കേന്ദ്ര സർക്കാരിൻ്റെ 12 വർഷക്കാലത്തെ ഭരണം കാർഷിക മേഖലയിൽ അഗ്രികൾച്ചർ മേഖലയിൽ ഒട്ടനവധി നൂതനമായ പരിവർത്തനങ്ങൾക്ക് വിപ്ലവാത്മകപരമായ സമീപനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. കാർഷിക മേഖലയെ ശാക്തീകരിക്കുന്നതിനും അതുപോലെ തന്നെ കാർഷിക ഭൂപടം വിസ്തൃതമാക്കുന്നതിനും ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉറപ്പാക്കുന്നതിനും സ്ത്രീ ശാക്തീകരണം വിളംബരം ചെയ്യുന്നതിനുമായി ഒട്ടനവധി നവീനമായ പദ്ധതികൾ കാർഷിക മേഖലയിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയുണ്ടായി. നാം ഇന്ന് ചർച്ചയിൽ സംസാരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വിപ്ലവാത്മകരമായിട്ടുള്ള കാർഷിക മേഖലയിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീമതി ചിത്രാജി, സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഇൻ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ICAR കൃഷി വിജ്ഞാൻ കേന്ദ്ര മിത്രാനികേതൻ ട്രിവാൻഡ്രം, ശ്രീ സജീവസ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ നബാർഡ്, ശ്രീമതി അഭിതാജി, കൃഷി ഓഫീസർ, കൃഷി ഡയറക്ടറേറ്റ്. മൂവരെയും സ്വാഗതം ചെയ്യുന്നു. ഏറെ ആദരപൂർവ്വം, ഏറെ ബഹുമാനപൂർവ്വം ഈ ചർച്ചയിലേക്ക്. ചിത്ര മേഡത്തിനോട് ചോദിക്കുകയാണ്, ഇപ്പോൾ നമ്മളൊരു സാങ്കേതിക വിദ്യയുടെ വികസനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളിപ്പോൾ AI-യെക്കുറിച്ചും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചുമൊക്കെ വളരെ ആഴത്തിൽ സംസാരിക്കുമ്പോൾ, ചർച്ചകൾ നടത്തുമ്പോൾ ഈ കാർഷിക മേഖലയെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ കാർഷിക ഡ്രോണുകളുടെ വ്യാപനം, അതിൻ്റെ ഒരു അനിവാര്യത, അതിന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാമോ മാഡം? തീർച്ചയായിട്ടും. കാരണം ഇന്ത്യയിലെ ഏറ്റവും അഭിമാനിക്കത്തക്ക ഒരു പദ്ധതിയായിട്ട് നിലവിൽ വന്നിട്ടുള്ളതാണ് കിസാൻ ഡ്രോണുകൾ. നമുക്ക് ഏവർക്കും അറിയാം, സാധാരണ ഒരു കർഷകൻ നെൽവയലുകളിലാണെങ്കിലും കൃഷിഭൂമിയിൽ ആണെങ്കിലും സ്വന്തം ചുമലിൽ നാപ്സാക്ക് സ്പ്രേയറുകൾ ചുമന്നുകൊണ്ട് തന്നെ ചെളിയിൽ നടന്നുകൊണ്ട് ഏകദേശം 10 ലിറ്ററോളം വരുന്ന ആ ഒരു രാസവള ടാങ്ക് മോട്ടറിൻ്റെ ഭാരം ഉൾപ്പെടെ ചുമന്നുകൊണ്ടാണ് തങ്ങളുടെ പോഷക ലായനിയാണെങ്കിലും അതേപോലെ കീടനാശിനികളാണെങ്കിലും ദ്രവരാസവളങ്ങളാണെങ്കിൽ തന്നെയും വളരെയധികം പ്രിക്വേഷൻസ് എടുത്തുകൊണ്ട് ഒരു ജോലി നിർവഹിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കർഷകർ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്നത്. അതൊരു വലിയ പ്രോബ്ലം തന്നെയാണ്. ഒന്നാമത് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥയുടെ ഈ ഒരു ബുദ്ധിമുട്ടിൽ ചെളിയിൽ നടക്കുക, രാസവള ടാങ്കുകൾ ചുമക്കുക, എല്ലാം ഹെക്ടിക് ആയിട്ടുള്ള ഒരു ജോലി. അതിൽ തന്നെ ഫീൽഡ് കപ്പാസിറ്റി, അതായത് മണിക്കൂറിൽ നമുക്ക് മരുന്നുകൾ തളിക്കാൻ പറ്റുന്ന കൃഷിഭൂമിയുടെ ഏരിയ വളരെ പുറകോട്ട് തന്നെയായിരിക്കും. ഏകദേശം ഒരു 0.24 ഹെക്ടർ മാത്രമേ ഒരു പവർ സ്പ്രേയറിന് ഒരു കൃഷി, അതായത് മരുന്നുകൾ തളിച്ച് മണിക്കൂറിൽ കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. അത് മാത്രമല്ല, ഇനിയിപ്പോൾ സാധാരണ രീതിയിലുള്ള ലിവർ ഓപ്പറേറ്റഡ്, പെഡൽ ഓപ്പറേറ്റഡ് സ്പ്രേയറുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിന് പകുതി മാത്രമേ ഉള്ളൂ അവരുടെ പ്രവർത്തന ശേഷി എന്ന് പറയുന്നത്. ഇതിനെയെല്ലാം കവച്ചു വെച്ചുകൊണ്ട് 10 മടങ്ങ് വേഗതയിൽ ആകാശപ്പറവകളെ പോലെ പറന്ന് മരുന്നുകളും മൂലകങ്ങളും എല്ലാം തളിക്കാൻ സാധ്യതയുള്ള അഗ്രികൾച്ചറൽ ഡ്രോണുകളുടെ ഒരു വിപ്ലവം മോദി സർക്കാരിൻ്റെ കാലത്ത് കഴിഞ്ഞ ഒരു 6-7 വർഷങ്ങളിലായിട്ട് ഭാരതത്തിലൊട്ടാകെ എല്ലായിടങ്ങളിലും ഡ്രോണുകൾ നെൽവയലുകളിലും അതുപോലെ തന്നെ പച്ചക്കറി വിളകളിലും മറ്റ് എല്ലാ ക്ലോസ്ലി ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ക്രോപ്സുകളിലും സജീവമായിട്ടാണ് ഈ ഡ്രോണുകൾ പ്രവർത്തിച്ച് വരുന്നത്. അപ്പോൾ ഈ ഡ്രോണുകളുടെ സാങ്കേതികപരമായിട്ടുള്ള ഒരു പെർഫോമൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഏകദേശം 10 ലിറ്ററാണ് ഇതിൻ്റെ പേലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ 10 ലിറ്റർ പേലോഡ് ഏകദേശം 7 മുതൽ 9 മിനിറ്റ് കൊണ്ട് 1 ഏക്കർ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുന്നു. ഏറ്റവും ഹൈ പെർഫോമൻസ് ആണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഓരോ വിളയുടെയും 1.5 മീറ്റർ കനോപ്പി ലെവലിൽ നിന്നും ഏകദേശം 1.5 മീറ്റർ ഉയരത്തിൽ പറന്ന് പോകുന്ന ഈ അഗ്രികൾച്ചറൽ ഡ്രോണുകൾ നിമിഷ നേരം കൊണ്ടാണ് ഏരിയ കവർ ചെയ്യുന്നത്. കർഷകന് കൃഷിഭൂമിയിൽ നടക്കേണ്ട ആവശ്യം വരുന്നില്ല. റിമോട്ട് കൺട്രോൾ കൊണ്ട് വിദൂരതയിൽ ഉള്ള ഒരു പൈലറ്റ് തങ്ങളുടെ നോബുകൾ ഏകദേശം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്ത്
കഴിഞ്ഞാൽ സൈറ്റിൽ എത്രത്തോളം ദൂരത്തോട്ട് പോകാൻ പറ്റുമോ അത്രത്തോളം ദൂരത്തിലേക്കാണ് ഈ ഡ്രോണുകൾ പറന്നു പോകുന്നത്. അപ്പോൾ കിസാൻ ഡ്രോണുകൾ സാധാരണയായി നമുക്ക് ഈ പദ്ധതി പ്രകാരം ഏകദേശം നമുക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ ICAR ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അതേപോലെ തന്നെ KVKകൾക്കും മറ്റ് കാർഷിക സർവകലാശാലകൾക്കും 100% സബ്സിഡിയിൽ തന്നെ ഹെക്സാകോപ്റ്റർ ഡ്രോണുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഡ്രോണുകൾ തന്നെ 2 വിധമുണ്ട്. ക്വാഡ്കോപ്റ്റർ ഡ്രോണുകൾ, അതായത് 4 പ്രൊപ്പല്ലറുകളുള്ള ഡ്രോണുകളും ഹെക്സാകോപ്റ്റർ ഡ്രോണുകളും. ഇതിൽ ഏറ്റവും സ്റ്റെബിലിറ്റിയും ഹൈ എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് ഹെക്സാകോപ്റ്റർ ഡ്രോണുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും മാക്സിമം നമുക്ക് 8 ലക്ഷം രൂപ സബ്സിഡി നിരക്കിൽ കർഷകർക്ക് 75% സബ്സിഡിയിൽ സ്വാമിലൂടെ ഇത് വാങ്ങാനായിട്ട് സാധിക്കും. ഇനി കേരളത്തിൻ്റെ കണക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമുക്ക് 90ഓളം ഡ്രോണുകളാണ് സ്വാം വഴി വിൽപ്പന ഉണ്ടായിട്ടുള്ളത്. ഇനി അതിൽ തന്നെ രണ്ടാമതായിട്ട് ഒരു പദ്ധതി കേന്ദ്രം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു സ്കീമാണ് നമോ ഡ്രോൺ ദീദി എന്ന് പറയും. അതായത് ലഖ്പതി ദീദി. നമുക്കറിയാം കുടുംബശ്രീ മിഷനുകളിലുള്ള കർഷക വനിതാ സംഘങ്ങൾക്ക്, ഗ്രാമങ്ങളിലുള്ള കർഷക കൂട്ടായ്മകൾക്ക്, അവർക്ക് സ്ത്രീകൾക്ക് ഡ്രോണിൻ്റെ പൈലറ്റ് പരിശീലനം നൽകി DGCA സർട്ടിഫിക്കറ്റ് അവർക്ക് നൽകിയതിന് ശേഷം ഇത്തരം ഡ്രോൺ ദീദിമാർ സ്ത്രീകൾ വളരെയധികം ഉത്സാഹത്തോടു കൂടി അവർക്ക് ഒരു വരുമാനമായിട്ട് 1 ലക്ഷം രൂപ ലഭ്യമാകത്തക്ക രീതിയിൽ നമോ ഡ്രോൺ ദീദി പദ്ധതിയിലൂടെ ഭാരതത്തിലൊട്ടാകെ അങ്ങിങ്ങായിട്ട് ധാരാളം ഡ്രോൺ ദീദിമാർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി കേരളത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏകദേശ കണക്ക് 60ഓളം നമോ ഡ്രോൺ ദീദിമാർ കേരളത്തിലെ വയലുകളിലും നെൽവയലുകളിലും മറ്റ് വിളകളിലും ഡ്രോണിലൂടെ മരുന്നുകളും സൂക്ഷ്മ ലായനികളും തളിച്ചുകൊണ്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് രാജ്യത്തിൻ്റെ, പ്രത്യേകിച്ച് കേരളത്തെ പോലുള്ള ചെരിഞ്ഞ ഭൂപ്രകൃതിയുള്ള പ്രദേശങ്ങളിൽ എല്ലാ ഭാഗങ്ങളിലേക്കും കർഷകർ നടന്നു ചെല്ലാതെ ഡ്രോൺ പൈലറ്റുമാർ സജീവമായത് കർഷകർക്ക് വലിയ ഒരു കൈത്താങ്ങാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ഡ്രോൺ വ്യാപനത്തെക്കുറിച്ചായിരുന്നു സംസാരിച്ച് നിർത്തിയത്. അതുമായിട്ടൊക്കെ അനുബന്ധിച്ച് ബന്ധപ്പെടുത്തി തന്നെ നബാർഡിൻ്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജറായ ശ്രീ സജീവ് സാറിനോട് ചോദിക്കുകയാണ്. സാർ, ഇപ്പോൾ കാർഷിക മേഖല നേരിടുന്ന വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്നത്. പലപ്പോഴും കർഷകരുടെ ഒരു സുഗമമായ പ്രയാണത്തിന് ഈ ക്ലൈമറ്റ് ചേഞ്ച് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഈ കാലാവസ്ഥ വ്യതിയാനം, ക്ലൈമറ്റ് ചേഞ്ചിനെ ചെറുക്കാൻ നബാർഡിൻ്റെ പദ്ധതികളെക്കുറിച്ചൊന്ന് പ്രേക്ഷകർക്കായി പറയാമോ സാർ? അതെ, തീർച്ചയായിട്ടും. ഈ പറഞ്ഞതുപോലെ ഗ്രാമീണ കാർഷിക മേഖലയ്ക്കും കർഷകരുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും ഉള്ള ഏറ്റവും വലിയൊരു ഭീഷണിയാണ് ഈ കാലത്തുള്ള ഈ ക്ലൈമറ്റ് ചേഞ്ച്, അല്ലെങ്കിൽ നമ്മൾ കാലാവസ്ഥാ വ്യതിയാനം എന്ന് വിളിക്കുന്ന ഈ ഒരു പ്രതിഭാസം. നമുക്കറിയാം, പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ, പ്രവചനാതീതമായ മഴ, വരൾച്ച, മേഘസ്ഫോടനം, അങ്ങനെ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ നമ്മൾ വയനാട്ടിലൊക്കെ അങ്ങനെ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലാവസ്ഥ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ നബാർഡ് നമ്മുടെ ഭാരതത്തിൽ വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു എഗ്രിമെൻ്റാണ് പാരീസ് എഗ്രിമെൻറ്റ്. 2015 നമ്മുടെ ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും സൈൻ ചെയ്ത ഒരു എഗ്രിമെൻ്റാണ് പാരീസ് എഗ്രിമെൻറ്റ്. അതിലെടുത്ത 2 സുപ്രധാനമായിട്ടുള്ള 2 തീരുമാനങ്ങളായിരുന്നു. ഒന്ന്, ആഗോള ശരാശരി താപനിലയിലെ ഈ വർധനവ് വ്യാവസായിക വിപ്ലവത്തിന് മുമ്പുള്ള അവസ്ഥയേക്കാൾ 2 ഡിഗ്രി കവിഞ്ഞു പോകാതെ സൂക്ഷിക്കുകയും 1.5 ഡിഗ്രിയായിട്ട് പരിമിതപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തെ അവരുടെ തീരുമാനമായിരുന്നു ആഗോളതലത്തിൽ കാർബൺ പുറന്തള്ളൽ പരമാവധി കുറയ്ക്കുക, കാർബൺ ന്യൂട്രൽ അല്ലെങ്കിൽ നെറ്റ് സീറോ എന്നുള്ള ഒരു അവസ്ഥ കൈവരിക്കുക. അപ്പോൾ ഈ 2 ലക്ഷ്യങ്ങളും മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ പാരീസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്. അതിൽ ഇന്ത്യയും അതിൽ സൈൻ ചെയ്യുകയുണ്ടായി. അപ്പോൾ അങ്ങനെ പിന്നീട് അതിനുശേഷം ഒരു UNFCCC എന്നുള്ള ഒരു യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു ഏജൻസി ഉണ്ടായി. യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതിൻ പ്രകാരം ചില ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടി ഉള്ള പ്രോജക്റ്റുകൾ ക്കുള്ള ഫണ്ടുകൾ കൊടുക്കുവാനായിട്ടിടയായി. അപ്പോൾ അതിൽ നമ്മൾ കേൾക്കുന്ന 2 സുപ്രധാനമായിട്ടുള്ള വാക്കുകളാണ് അഡാപ്റ്റേഷനും മിറ്റിഗേഷനും. ഒന്ന് ഈ കാലാവസ്ഥയെ ചെറുക്കുക, 2 ഈ കാലാവസ്ഥയുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുക. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രോജക്റ്റുകളെല്ലാം നബാർഡ് ഫണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രധാനമായിട്ട് UNFCCC ഫണ്ട് ചെയ്തിട്ടുള്ള ഫണ്ടുകളാണ് ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് അല്ലെങ്കിൽ GCF എന്ന് പറയുന്ന ഫണ്ടും പിന്നീട് അഡാപ്റ്റേഷൻ ഫണ്ടും AF. ഈ 2 ഫണ്ടുകളുടെയും ഇന്ത്യയിലെ നാഷണൽ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി അല്ലെങ്കിൽ NIE എന്ന് പറയുന്നത് ദേശീയ നിർവ്വഹണ ഏജൻസി എന്ന് പറയുന്നത് നബാർഡാണ്.
കൂടാതെ ഡയറക്റ്റ് ആക്സസ് എൻറ്റിറ്റി എന്നുള്ള ഒരു പദവിയും ഈ നബാർഡിന് ഈ ഭാരതത്തിലുണ്ട്. കൂടാതെ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഫണ്ട് ഉണ്ട്, നാഷണൽ അഡാപ്റ്റേഷൻ ഫണ്ട് ഫോർ ക്ലൈമറ്റ് ചേഞ്ച്, NAFCC എന്ന് പറയും. അപ്പോൾ ഈ ഫണ്ടുകൾ മുഖാന്തരമുള്ള പ്രോജക്റ്റുകളെല്ലാം ഈ ഭാരതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഏജൻസി നബാർഡാണ്. കൂടാതെ നബാർഡിൻ്റെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച് ഫണ്ട് അതും നബാർഡ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഈ കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിക്കുക, പിന്നീട് ക്ലൈമറ്റ് റിസീലിയൻ്റ് അഗ്രികൾച്ചർ, ഈ കാലാവസ്ഥ അതിജീവന കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള പ്രോജക്റ്റുകളുണ്ട്. അപ്പോൾ നമ്മളെ കേരളത്തിൽ നമ്മൾ ഫണ്ട് ചെയ്തിട്ടുള്ള ചില പ്രോജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ലക്ഷദ്വീപിൽ ഒരു റിന്യൂവബിൾ എനർജി സെൻസിറ്റൈസേഷൻ നമ്മൾ അനുബന്ധിച്ച് ചെയ്യുകയുണ്ടായി. കൂടാതെ ഒരു കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ ഒരു കാർബൺ ന്യൂട്രൽ അസസ്മെൻറ്റ് ആ ഒരു പദ്ധതിയും ഇതിൽ കൂടി ഫൈനാൻസ് ചെയ്യുകയുണ്ടായി. പിന്നീട് ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഉള്ള സെമി ക്രിട്ടിക്കൽ ഏരിയാസ്, അവിടെ ഈ ഭൂഗർഭജലം വറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവിടെയുള്ള ഗ്രൗണ്ട് വാട്ടർ, അവിടെയുള്ള ഭൂഗർഭജലത്തിന് ആർട്ടിഫിഷ്യലായിട്ടുള്ള റീചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള റിമോട്ട് സെൻസിങ്, GIS തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയും സാങ്ഷൻ ചെയ്യുകയുണ്ടായി. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് വയനാട്ടിൽ ഒരു ഏർലി വാർണിംഗ് സിഗ്നൽസ്, അതായത് നമുക്കറിയാം 2 ഉരുൾപൊട്ടലുകൾ 2018-ലും 2024-ലും വയനാട്ടിലുണ്ടായി. അവയെ ഇനി നമുക്ക് എങ്ങനെ മുൻകൂട്ടി മുൻകൂട്ടി അതിനെക്കുറിച്ച് അറിയാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ഏർലി വാർണിംഗ് സിഗ്നൽസിൻ്റെ സ്റ്റേഷൻസ് എല്ലാം അവിടെ സ്ഥാപിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. കൂടാതെ ആലപ്പുഴ ജില്ലയിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സ്ട്രക്ചേഴ്സ്, ഈ മഴവെള്ള സംഭരണികൾ, നമുക്കറിയാം കുട്ടനാട് ഏരിയയിലൊക്കെ ഈ കുടിവെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സന്ദർഭമാണ്. അപ്പോൾ ഇങ്ങനെ ഈ കാലാവസ്ഥയെ ചെറുക്കുവാനുള്ള വിവിധ പദ്ധതികൾ നബാർഡിൽ കൂടി നമ്മുടെ ഭാരതത്തിലും കേരളത്തിലും നബാർഡ് ചെയ്തു വരുന്നുണ്ട്. അബിത മേഡത്തിനോട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ കേരളത്തിലെ പുതുതലമുറ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ ഹൈടെക് കൃഷിയിലേക്ക് തിരിയുന്നു. ഈ കാർഷിക മേഖലയിൽ തന്നെ നവീനമായിട്ടുള്ള ചില മാറ്റങ്ങളിലൂടെ അവർ സഞ്ചരിക്കുന്നു. ഇപ്പോൾ വിദേശ പഴവർഗ്ഗങ്ങളുടെ മാർക്കറ്റിംഗ്, അതിലൂടെയൊക്കെ അവർ സഞ്ചരിക്കുന്നു. അപ്പോൾ അങ്ങനെ പുതുതലമുറയിലെ കർഷകരെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ മാഡം? നമ്മളുടെ കാർഷിക രംഗം ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പരമ്പരാഗത കൃഷി രീതികളിൽ നിന്നും ഒരു മാറ്റത്തിലേക്ക് ഈ പുതിയ തലമുറ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഹൈടെക് കൃഷി, അതായത് പുതിയ തലമുറ നോക്കുന്നത് മാർക്കറ്റ് ഓറിയൻറ്റഡ് കൃഷി ചെയ്യുക എന്നുള്ളതാണ്. ഏതിനാണോ മാർക്കറ്റിൽ ഇപ്പം ഡിമാൻഡ് ഉള്ളത് അതിനനുസരിച്ച് കൃഷി ചെയ്യുക, എത്രയും പെട്ടെന്ന് എത്രയും കൂടുതൽ വരുമാനം നേടുക. ഈ ഒരു ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് MIDH, അതായത് മിഷൻ ഫോർ ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ. ഇതിലൂടെ നമ്മൾ വിഭാവനം ചെയ്യുന്നത് ഹൈടെക് കൃഷി, അതായത് പോളി ഹൗസുകളിലെ കൃഷി, റെയിൻ ഷെൽട്ടർ, അതുപോലെ തന്നെ എക്സോട്ടിക് ഫ്രൂട്ട്സ്. നമ്മുടെ ഇപ്പോൾ ഈ കൺസ്യൂമർ ഡിമാൻഡ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ഇപ്പം മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന റംബൂട്ടാൻ, അതുപോലെ തന്നെ മറ്റ് എക്സോട്ടിക് ഫ്രൂട്ട്സ്, ഡ്രാഗൺ ഫ്രൂട്ട്, ഇതൊക്കെയാണ് നമ്മളുടെ ഇപ്പം ഇഷ്ട വിഭവങ്ങളായി മാറിയിരിക്കുന്നത്. ആ ഒരു കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് MIDH എന്നുള്ള പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വർഷം 100 കോടി രൂപയോളം ഇതിന് വേണ്ടിയിട്ട് വിഭാവനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പോളിഹൗസ് കൃഷി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വർഷത്തിലുടനീളം കൃഷി ചെയ്യുക, അതായത് കാലാവസ്ഥയെ പേടിക്കാതെ, കാലാവസ്ഥാ വ്യതിയാനം നമ്മളെ ബാധിക്കാത്ത രീതിയിൽ, കൃഷിയെ ബാധിക്കാത്ത രീതിയിൽ ഒരു കൃഷി മുന്നോട്ട് കൊണ്ടുപോവുക, വർഷം ഉടനീളം നമുക്ക് കൃഷി ചെയ്യുക. അതിനെയാണ് പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. ആ പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ പദ്ധതി കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന കൂടി ഈ ഒരു പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ യുവതലമുറയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ് MIDH എന്ന് പറയുന്ന പദ്ധതി. ഇപ്പോൾ ടിഷ്യൂ കൾച്ചർ വാഴ, അതും നമ്മളുടെ ഒരു അട്രാക്ഷൻ ആയി മാറിയിരിക്കുകയാണ്. കൂടുതൽ വിളവ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഏത് പുതിയ പുതിയ ഇനങ്ങൾ നമുക്ക് നടാം, അതാണ് യുവതലമുറ ഇപ്പം അന്വേഷിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പുതിയ പുതിയ വെറൈറ്റീസ് കൃഷി ചെയ്യുക, ഇതിൻ്റെ എല്ലാം ഏരിയ എക്സ്പാൻഷൻ, അതോടൊപ്പം സബ്സിഡി നൽകുക, ഇതൊക്കെയാണ് MIDH സ്കീം വിഭാവനം ചെയ്യുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ അബിത മാഡം പറഞ്ഞു നിർത്തിയത് യുവതലമുറയുടെ ഒരു കാർഷിക മേഖലയിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടി
കേന്ദ്ര സർക്കാർ നിലവിൽ നടപ്പിലാക്കുന്ന മികവാർന്ന പദ്ധതികളെക്കുറിച്ചാണ്, അവർക്ക് നൽകുന്ന സാമ്പത്തിക സഹായം, അതുപോലെ അവർക്ക് നൽകുന്ന പ്രോത്സാഹനം, അതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞു നിർത്തിയത്. ചിത്ര മേഡത്തിനോട് അതിനോട് ബന്ധപ്പെടുത്തി ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നൈപുണ്യം വികസിപ്പിക്കുന്നതിന് വേണ്ടി കർഷകരുടെ ആകട്ടെ പുതിയ തലമുറയുടെ ആകട്ടെ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിനായി ഒട്ടനവധി പദ്ധതികൾ, ഒട്ടനവധി വിവിധങ്ങളായ പ്രോഗ്രാമുകൾ കേന്ദ്ര സർക്കാർ നിലവിൽ നടപ്പിലാക്കുന്നുണ്ട്. സ്കിൽ ഇന്ത്യ പ്രോഗ്രാമുകളുടെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ് ഉള്ളത്, അതിനെക്കുറിച്ചൊന്ന് പറയാം മേഡം. നമുക്കറിയാം, കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ അവരുടെ ജീവിത ഉന്നമനത്തിനായിട്ടുള്ള ഒരു ജോലി തേടി നടക്കുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ തൊഴിൽ ലഭ്യമാകുക, അതായത് തങ്ങൾ പഠിച്ചതിന് അനുസൃതമായിട്ടുള്ള ഒരു തൊഴിൽ ലഭ്യമാകുക എന്നുള്ളത് ഒരു ചലഞ്ചിങ് ഫാക്ടറാണിപ്പോൾ. അപ്പോൾ അതിനുള്ള ഒരു പ്രതിവിധി തന്നെയാണ് സ്കിൽ ഇന്ത്യ പ്രോഗ്രാംസ്. കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായൊരു പദ്ധതിയാണ് സ്കിൽ ഇന്ത്യ പ്രോഗ്രാം. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയുടെ കീഴിലാണ് ഈ പദ്ധതികളെല്ലാം പ്രവർത്തിച്ചു വരുന്നത്. MSDയുടെ കീഴിലുള്ള അഗ്രികൾച്ചറൽ സ്കിൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, ASCI NSDC, നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ സഹകരണത്തോടു കൂടി തന്നെ ഭാരതത്തിലെ വിവിധ സ്കിൽ ട്രെയിനിങ് സെൻ്ററുകളിൽ വിവിധ മേഖലകളിലായി, കൃഷി ഇതര മേഖലകളിലായിട്ട് യുവാക്കൾക്കും യുവതികൾക്കും അതുപോലെ തന്നെ ആവശ്യമുള്ള കർഷകർക്കും ഇതിൻ്റെ നൈപുണ്യ വികസന പരിശീലനം നൽകി വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ക്വാളിഫിക്കേഷൻ പാക്കേജ് അല്ലെങ്കിൽ ജോബ് റോളുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓരോ പ്രത്യേക മേഖലകൾ തിരിച്ച് അഗ്രികൾച്ചറൽ ആൻഡ് അലൈഡ് സെക്ടറുകളിൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ട, അതായത് കർഷകർക്ക് എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമായിട്ട് നിലകൊള്ളുന്നത് പോലെ ഈ ഒരു സ്കിൽ പ്രോഗ്രാം നടത്തിയതിന് ശേഷം അതിനുള്ള ടെക്നീഷ്യന്മാരെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ 200-ലധികം ജോബ് റോൾസ്, അതായത് നാഷണൽ ഒക്യുപ്പേഷൻ സ്റ്റാൻഡേർഡ്സ് നോസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. മോർ ദാൻ 200 നോസ് കേന്ദ്ര സർക്കാർ, ഭാരത് സർക്കാർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ ഭാരതത്തിലെ 731 കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ 731 കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിലും മുൻകാല വർഷങ്ങളിൽ ASCIയുടെ കീഴിലുള്ള ഓരോ ജോബ് റോളുകൾ ഐഡൻറ്റിഫൈഡ് ചെയ്തുകൊണ്ട് ഓരോ സബ്ജക്റ്റ് മാറ്റർ സ്പെഷ്യലിസ്റ്റുകൾ വൈദഗ്ധ്യ പരിശീലനം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ വൈദഗ്ധ്യ പരിശീലനത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലനമായിട്ടാണ് ഇതിനെ നമ്മൾ കണക്കിലെടുക്കുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ സൂക്ഷ്മ ജലസേചനം നടപ്പിലാക്കുന്നതിന്, ഡിസൈൻ ചെയ്യുന്നതിനും സർവേ ചെയ്യുന്നതിനും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനും ഇൻസ്റ്റോൾ ചെയ്യുന്നതിനും അഗ്രികൾച്ചർ എഞ്ചിനീയറിനെ പോലെ തന്നെ ഒരു സ്കിൽഡ് ട്രെയിനിങ് ചെയ്ത ടെക്നീഷ്യൻ നമുക്ക് ആവശ്യമായി വരും. അപ്പോൾ ആ ഒരു ജോബ് റോൾ, അതിൽ നമ്മൾ ക്വാളിഫിക്കേഷൻ പാക്കേജിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് MIT എന്ന് പറയും, മൈക്രോ ഇറിഗേഷൻ ടെക്നീഷ്യൻ. അപ്പോൾ 200 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലന പരിപാടി 20 യുവാക്കൾക്ക് നമ്മൾ നൽകിക്കഴിഞ്ഞാൽ ആ ഒരു പരിശീലനത്തിന് ശേഷം അവർക്ക് തീർച്ചയായിട്ടും അവർക്കുള്ള ഒരു പരീക്ഷകളുടെയും പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നാഷണൽ സർട്ടിഫിക്കറ്റ് അവർക്ക് ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ ഈ നാഷണൽ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് തന്നെ അവർക്ക് സ്വയം സംരംഭങ്ങൾ യുവാക്കൾക്ക് തുടങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബാച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സ്റ്റാർട്ടപ്പ്, അഗ്രി സ്റ്റാർട്ടപ്പിനാണ് അവിടെ ഒരു ഓപ്പണിംഗ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പരിശീലനം കൃഷി വിജ്ഞാന കേന്ദ്രം, തിരുവനന്തപുരം മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കി MITയിലെ 2 ബാച്ചുകൾക്ക് 40ഓളം യുവാക്കൾക്ക് നൽകിയ പരിശീലനത്തിൽ നിന്നും ഒരു 5 സംഘം അടങ്ങുന്ന ബിരുദധാരികളായ യുവാക്കൾ PMKSY സ്കീമിൽ ഡ്രിപ്പ് ഡ്രോപ്സ് എന്ന പേരിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല കേരളത്തിൻ്റെ PMKSYയുടെ ഡീലർ അപ്രൂവ്ഡ് ലിസ്റ്റിൽ അവർ ഇടം തേടിയിട്ടുമുണ്ട്. വളരെയധികം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെയാണ് ഇത്. ഇത്തരത്തിൽ ഏതെല്ലാം മേഖലകൾ, ഉദാഹരണത്തിന് നമുക്ക് പറയാൻ പറ്റും ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷൻ, അതായത് വെറ്റിനറി സെക്ഷനിൽ കൃത്രിമ ബീജ സങ്കലനത്തിൻ്റെ ആ ഒരു പരിശീലന പരിപാടി, ഈ 200 മണിക്കൂർ എന്നുള്ളത് ചിലപ്പോൾ 400 മണിക്കൂറാകാം. ഓരോ സെക്ടറിൻ്റെയും സ്കില്ലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ആ ഒരു മണിക്കൂർ നിശ്ചയിക്കുന്നത്. അതിൽ നിന്നും വിജയകരമായി പോകുന്ന ഓരോ ടെക്നീഷ്യൻസിനും ലഭിക്കുന്നത് ലെവൽ 2, ലെവൽ 3, ലെവൽ 4 സർട്ടിഫിക്കറ്റുകൾ. അങ്ങനെ ഓരോ ലെവൽ സർട്ടിഫിക്കറ്റ്സ് ആണ് ഇവർക്ക് ലഭ്യമാകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് മൈക്രോ ഇറിഗേഷൻ ടെക്നീഷ്യൻ പാസ്സാകുന്ന ഒരു വ്യക്തിക്ക് ലെവൽ 4
കോർ സർട്ടിഫിക്കറ്റ് ആയിരിക്കും ലഭ്യമാകുക. അതേപോലെ തന്നെ കൃഷി മേഖലയിൽ നമുക്ക് ഓർഗാനിക് ഗ്രോവേഴ്സ്, നഴ്സറി വർക്കർ, അതുപോലെ തന്നെ ഹൈടെക് ഫാമിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയിട്ടുള്ള പോളി ഹൗസ് നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള മേഖലകൾ, അങ്ങനെ മഷ്റൂം ഗ്രോവർ, അങ്ങനെ കൃഷി മാത്രമല്ല അലൈഡ് സെക്ടേഴ്സിലും കർഷകർക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സംരംഭങ്ങൾ തുടങ്ങുന്നതിനും സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിനും കൂടാതെ തന്നെ കർഷകർക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിലകൊള്ളുന്നതിനും സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം വളരെയധികം സഹായകരമായി നിലകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 12 വർഷത്തെ മോഡി സർക്കാരിൻ്റെ ഭരണം വരുംകാല ഇന്ത്യയെ മുന്നിൽ കണ്ടുകൊണ്ട് ഒട്ടനവധി നവീനമായ പദ്ധതികൾ അഗ്രികൾച്ചർ മേഖലയിൽ, കാർഷിക മേഖലയിൽ രൂപീകരിച്ച് നടപ്പിലാക്കുകയുണ്ടായി. അതിനോടനുബന്ധിച്ചാണ് നാം ഇന്ന് ചർച്ച സംഘടിപ്പിച്ചത്. ചർച്ചയിൽ കാർഷിക മേഖലയിൽ നടക്കുന്ന ഒട്ടനവധി പരിവർത്തനങ്ങളെക്കുറിച്ച് വിശദമായി നമ്മോട് സംസാരിച്ചത് ശ്രീമതി ചിത്രാജി, സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഇൻ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ICAR കൃഷി വിജ്ഞാൻ കേന്ദ്ര മിത്രാനികേതൻ ട്രിവാൻഡ്രം, സജീവ് എസ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ നബാർഡ്, അഭിതാജി, കൃഷി ഓഫീസർ, കൃഷി ഡയറക്ടറേറ്റ്. മൂവർക്കും ഹൃദ്യമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കാർഷിക മേഖലയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വികാസത്തെക്കുറിച്ച് കഴിഞ്ഞ 12 വർഷത്തെ മോദി സർക്കാരിൻ്റെ കീഴിൽ നാം കരഗതമാക്കിയ നേട്ടങ്ങളെക്കുറിച്ച് നടത്തിയ ചർച്ച ഇവിടെ സമാപിക്കുകയാണ്. ഏവർക്കും ഹൃദ്യമായ നന്ദി.